ആപ്പിൾ, ലെനോവ, HP എന്നീ ലാപ്ടോപ്സ് എടുക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കണം. 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു പക്ഷേ കിട്ടാക്കനിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്താ ഉദ്ദേശം എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പറയുന്നതൊക്കെയാണ്, ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് ഇനി എസ്പെഷ്യലി ലാപ്ടോപ്സ്, പ്രീ അസംബിൾഡ് ആയിട്ടുള്ള PCs, ടാബ്ലറ്റ്സ് ഇതെല്ലാം ഇനി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതും ലൈസൻസ്, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലൈസൻസ് മാത്രമേ ഇനി അവർ ഇമ്പോർട്ടിങ്ങിന്, ഈ ഒരു പറഞ്ഞ ഇലക്ട്രോണിക് ഡിവൈസസിന് ഇമ്പോർട്ട് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടാനും, എസ്പെഷ്യലി ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം, ഒന്നാമതേ കത്തി വില ഉണ്ടായിരുന്നു നമ്മുടെ കോവിഡ് ടൈമിന്. ഇപ്പോൾ അതിനേക്കാളും റേറ്റ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറയുമ്പോഴും എന്താ സംഭവിക്കുക നമ്മൾ കോവിഡ് നമുക്ക് പഠിപ്പിച്ചു തന്നത് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് എന്തിനാണ് ചെയ്തതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ചിട്ട് ലാപ്ടോപ്സ്, പ്രീ അസംബിൾഡ് PCs എല്ലാം ഇവിടെ ഡിക്സൺ ടെക്നോളജീസിന് കൈമാറി കൊടുക്കുകയാണ്. അതായത് അവരാണ് ഇനി മുതൽ അസംബിൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. അത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊണോപ്പൊളി സൃഷ്ടിക്കാനാണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ചൈനയിൽ നിങ്ങൾക്കറിയാം, ചൈന മാർക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്പർ 1 റേറ്റിൽ ഇലക്ട്രോണിക്സും ഈ പറയുന്ന PC കോമ്പണൻസുമാണ്. PC ലാപ്ടോപ്സ് എല്ലാം കേട്ടോ ഇലക്ട്രോണിക്സിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അവർ ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽസിനെ ഇടിക്കാൻ വേണ്ടിയും ആവാം ഈ പറഞ്ഞ ഈ നമ്മുടെ പുതിയ സർക്കാർ ഒരുപക്ഷെ ഈ ഒരു കാറ്റഗറിയിൽ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പല ഗുണങ്ങളാണ് നമുക്ക്, പലർക്കും എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡിക്സൺ ടെക്നോളജീസിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തേനേക്കാളും നല്ല രീതിയിൽ വാല്യൂ കൂടിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഒരുപക്ഷെ എല്ലാവർക്കും ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ PC ബിൽഡേഴ്സാണ്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു ആശ്വാസം വേണമെങ്കിൽ പറയാം, അസംബിൾഡ് PCസിന് റേറ്റ് കൂടത്തില്ല എന്നാണ് ഇപ്പോൾ ഉള്ള ഇൻഫർമേഷൻ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കറിയാമല്ലോ, എവിടെയെങ്കിലും മറ്റേ കാള പറ്റൂ എന്ന് പറഞ്ഞാൽ കയറെടുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടുകാർക്ക്. ഒരു പക്ഷേ ലാപ്പിന് കൂടിയിട്ടില്ല, ലാപ്പിന് റേറ്റ് കൂടി സാധനം കുറവാണെന്ന് വരുമ്പോൾ ഒരു പക്ഷേ PC കോമ്പണൻസിലോട്ടായിരിക്കും ആൾക്കാർ തിരിയുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും സപ്ലൈ കുറയ്ക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതും 3 മാസം സമയമുണ്ട്. നവംബർ 1 തൊട്ടാണ് ഈ ഒരു നടപടി നിയമം ഇതായിട്ട് എന്താ പറയുക പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PC എടുക്കാനായിക്കോട്ടെ, ലാപ്ടോപ്സ് എടുക്കാനായിക്കോട്ടെ, ഈ ഒരു 2 മാസം, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 31 വരെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നവംബറിന് ശേഷമുള്ള ആൾക്കാരുടെ പരമാവധി സെയിൽസ് നിങ്ങൾ ബഡ്ജറ്റ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നവംബറിന് ശേഷം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒബ്വിയസ്ലി റേറ്റ് കൂടിയിരിക്കും. ഒരു 3 തൊട്ട് 6 മാസം വരെയാണ് ഈ കൂടുന്ന ഈ ഒരു ടൈം പീരീഡ് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 മാസത്തിന് മുമ്പ് എടുക്കുക. പിന്നെന്താണ്, ഇതൊക്കെ ഒരു മാർക്കറ്റിനെ സ്കെയിലപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലുമല്ല. ഒരു പക്ഷേ ഗവൺമെൻറ് ഇത് മാറ്റിയെന്നും ഇരിക്കാം. എന്തായാലും ഇപ്പം പറഞ്ഞ ഇൻഫർമേഷൻസ് വാലിഡ് ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ എല്ലാ ഇൻഫർമേഷൻസും ന്യൂസിലും ഒക്കെ ഇത് പബ്ലിഷ്ഡും ആണ്. നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലൂടെയും നമ്മളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ പോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് സൈനിങ് ഓഫ്.